ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനകത്ത്. നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നിങ്ങൾ വർക്ക് നടത്തണ്ടെന്ന് പറയും. സാധാരണഗതിയിൽ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് നിർമ്മിക്കുന്നതിന്റെ ഡിസൈൻ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ആ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം ത്വരിതപ്പെടുത്തുന്നതിനാവശ്യമായ സഹായം അവരുടെ അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ ഭാഗമായി നടത്തുന്നതാണത്. ഇപ്പോ 4 ദിവസം മുൻപ് ഇവിടുത്തെ ഈ കേരളത്തിലെ അവരുടെ നാഷണൽ ഹൈവേയുടെ റീജിയണൽ ഓഫീസറുണ്ട്. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ലോ. ആ സംസാരിക്കുന്നത് അവരുടെ മറ്റ് നടപടികൾ ഇടപെടലല്ല. ആ സംസാരിക്കുന്നത് എന്തിനാണ്? എപ്പോഴേക്ക് നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാക്കാൻ പറ്റും. നേരത്തെ മിനിസ്റ്ററുമായി സംസാരിച്ചപ്പോൾ ഉണ്ടാക്കിയ ധാരണയുണ്ട്. ആ ധാരണയനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് അദ്ദേഹത്തെ കാണുന്നത്. അതുപോലുള്ള യോഗങ്ങൾ നടക്കും. അതിനപ്പുറം മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ സാങ്കേതികമായ പരിശോധന നടത്തേണ്ടത് അവരാണ്. അവരാ സാങ്കേതികമായ പരിശോധന നടത്തിയിട്ടാണ് വർക്ക് ആരംഭിക്കുക. ആ വർക്ക് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോവുകയാണ് വേണ്ടത്. പക്ഷേ ചിലയിടത്ത് ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവം. ആ അനുഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായുള്ള നടപടികളും അവർ സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരിടത്ത് ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നാഷണൽ ഹൈവേ ആകെ തകരാറായിപ്പോയി എന്ന് നമ്മൾ കാണേണ്ടതായിട്ടില്ല. അത് നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്.